രാഹുൽ, ഞങ്ങൾ അറിയുന്നത് കോൺഗ്രസിലെ ചില നേതാക്കൾ രാഹുലുമായി ബന്ധപ്പെട്ടു ഇക്കാര്യം സംസാരിച്ചു എന്നാണ്. രാഹുലിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് അടുത്ത തവണ ജയിക്കണമെന്നും UDF അധികാരത്തിൽ വരണമെന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ് ഞാൻ. പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസും UDFും ജയിക്കുന്നതാണ് കേരളത്തിന് ഗുണം ചെയ്യുക. ഇനി ഒരിക്കൽ കൂടെ CPM ഭരിക്കുകയും LDF ഭരിക്കുകയും ചെയ്താൽ അതൊരു വെസ്റ്റ് ബംഗാളിന്റെ ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതെന്റെ രാഷ്ട്രീയ ബോധ്യമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഇതായിട്ടല്ല, പാർട്ടിയുടെ ഭാഗമായിട്ടല്ല. പക്ഷേ കോൺഗ്രസ് ജയിക്കുകയും UDF വരികയും അല്ലെങ്കിൽ UDFന്റെ മന്ത്രിസഭ വരണമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മലയാളി. പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യുവജന കമ്മീഷൻ പോലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാനും എന്നാൽ കഴിയുന്ന വിധത്തിൽ, എന്നാൽ കഴിയുന്ന അണ്ണാൻകുഞ്ഞും തന്നാലായെന്നുപോലെ ഹംബിൾ കോൺട്രിബ്യൂഷൻസും നൽകാൻ എനിക്ക് താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. രാഹുലിനെ നിയമത്തെ പരിഗണിക്കുകയാണെങ്കിൽ മത്സരിക്കാൻ സന്നദ്ധനാണോ? ഇവിടെയാണ് എനിക്ക് ഇലക്ടോറൽ പൊളിറ്റിക്സിൽ അങ്ങനെ കഴിവുള്ള വ്യക്തിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കുഞ്ഞുകുട്ടി പ്രാരാബ്ധക്കാരനായ 2 ജോലിയും 2 കുട്ടികളും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഏത് രീതിയിലും ക്യാമ്പയിനിങ്ങിനോ കാര്യങ്ങൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യം കോൺഗ്രസ് ജയിക്കണമെന്നുള്ളത് കേരളത്തിന്റെ പൊതു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടും ശ്രീ പിണറായി വിജയന്റെ ഈ ഒരു 3.0 അല്ല കേരളത്തിന് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്റെ ആണ് ഒരു പുതിയ തുടക്കം വേണം, ഒരു പുതുയുഗ യാത്ര വേണം, അല്ലെങ്കിൽ ഒരു പുതിയ കേരളം വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരുപാട് കോൺഗ്രസിന് പ്രവർത്തകരും കാര്യങ്ങളും ഉണ്ട്. നമ്മളാൽ കഴിയുന്ന എളിയ സംഭാവനകൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ, നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്നതല്ലേ രാഹുൽ, ഇങ്ങനെ തർക്കിക്കാൻ രാഹുലിന്റെ അത്ര കഴിവ് ബാക്കി ആർക്കും ഇല്ലെന്ന നല്ല ബോധ്യം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. രാഹുലിനെ എത്രയോ വർഷമായി അറിയുന്ന നമുക്കൊക്കെ ഉണ്ട്. എന്റെ ചോദ്യം കൃത്യമാണ്, രാഹുൽ മത്സരിക്കാൻ തയ്യാറാണോ? രാഹുൽ അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണോ? അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയുന്നത് ശരിയല്ല. ഞാൻ അതാണ് പറയുന്നത്. എനിക്കങ്ങനെ ഇലക്ടോറൽ എക്സ്പീരിയൻസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. എന്നെ അങ്ങനെ പരിഗണിക്കുന്നുണ്ടോ കാര്യം പോലും എത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല. അത് ഞാൻ കൺഫേം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ആശയവിനിമയം രാഹുലിനോട് ഉണ്ടായിട്ടുണ്ടോ? യെസ് ഓർ നോ? അത്രയേ ഉള്ളൂ. അവിടെയാണ് ഈ സംസാരങ്ങളൊക്കെ പലപ്പോഴും അനൌദ്യോഗികമായിട്ടും ഒക്കെ പല തലങ്ങളിലും നടക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ പല ആൾക്കാരോടും സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്താ പറയുക, ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങളിലല്ല, എനിക്ക് ഇലക്ട്രോറൽ പൊളിറ്റിക്സിലല്ല. പകരം ശരിക്കും അവിടെ ശക്തമായ ഒരു ഫൈറ്റ് കോൺഗ്രസിൽ കാഴ്ചവെക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാര്യം നിയമം പോലൊരു മണ്ഡലത്തിൽ രാഹുലിനെ പോലൊരു സ്ഥാനാർത്ഥി വന്നാൽ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഒരു വശത്ത്, ശിവൻകുട്ടി ആയിരിക്കും മറുവശത്ത്, മൂന്നാമത്തെ ആൾ ആര് എന്ന കാര്യത്തിലാണ് ഇതുവരെ ആശങ്കകളല്ല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്. ശബരിനാഥന്റെ പേര് കേട്ടു, വൈഷ്ണവ് സുരേഷിന്റെ പേര് കേട്ടു, അങ്ങനെ പലതരം ആലോചനകൾ നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ രാഹുൽ പറയാം, ശബരിനാഥ് ഇന്നും കൂടെ ശബരിനാഥൻ ഞാനൊരു പരിപാടിക്കുണ്ടായിരുന്നു. ശബരി ഒരു ഉഗ്രൻ കാൻഡിഡേറ്റ്